സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി ലഭിക്കില്ല എന്നതാണ് സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞു. വിജിൻ വായാന്തോട് ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, ഈ ഒരു തീരുമാനത്തിൽ സർക്കാർ എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? ഈ മുഴുവൻ പേർക്കും ബാങ്ക് വഴി മാത്രമായിരിക്കുമോ ഇനി പെൻഷൻ വിതരണം ഉണ്ടാവുക? ജിന, നേരിട്ട് അതായത് നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി മാത്രം ഇനി പെൻഷൻ വിതരണം എന്നുള്ളതാണ്. അതിനപ്പുറം ഈ നേരിട്ട് ലഭിക്കുന്നവർ, അത് കിടപ്പ് രോഗികൾക്കും ഒപ്പം തന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്കും മാത്രം മതി എന്നുള്ള തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സഹകരണ സംഘങ്ങൾ വഴി അവരുടെ കളക്ഷൻ ഏജന്റുമാർ വഴിയായിരുന്നു കുറെ പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നത്. അത് ഒഴിവാക്കുകയാണ് സർക്കാർ നിലവിലിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉത്തരവാണ് നിലവിലിപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുള്ളത്. പല സൊസൈറ്റികളും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്ന് ആണ് ഉത്തരവിൽ നിലവിൽ പറയുന്നത്. സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവ് ഇനത്തിലുള്ള ചെലവും ഒപ്പം തന്നെ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് സഹകരണ സംഘങ്ങൾക്ക് ഇത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവ് ഉൾപ്പെടെ നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് നിലവിൽ കയ്യടിക്കേണ്ട തീരുമാനം വളരെ സുപ്രധാനമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് വെരി നെക്സ്റ്റ് മൊമെന്റിൽ പുറത്തിറക്കേണ്ട തീരുമാനമായിരുന്നു. ഒരു പൊടിക്ക് വൈകി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ വൈകിട്ടില്ല. എന്നാലും സുപ്രധാനമായ തീരുമാനം. ഒരുപാട് കളക്ഷൻ ഏജന്റുമാരുണ്ട്. സാധാരണക്കാരിൽ പാവങ്ങളായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഞാൻ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് അത്തരത്തിൽ ഉപമിക്കുകയില്ല. പക്ഷേ സാധാരണ നമ്മളൊരു പ്രയോഗമുണ്ടല്ലോ, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരെന്ന്. അതായിരുന്നു ഈ കളക്ഷൻ ഏജന്റുമാർ. ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട ഈ ക്ഷേമ പെൻഷനിൽ കമ്മീഷൻ അടിക്കുന്ന കളക്ഷൻ ഏജന്റുമാർ മാത്രവുമല്ല, ഇത് കയ്യിൽ വെച്ചുകൊണ്ട് റോളിംഗ് നടത്തുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് എല്ലാം CPM പിണറായി വിജയൻ തിരികെ കയറ്റിയ സഖാക്കള് അടിച്ച് മൂലക്കിരുത്തി സതീശൻ എന്നുള്ളത് വളരെ സുപ്രധാനമായ തീരുമാനം. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? ഈ പണം സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ, സാധാരണക്കാരൻ്റെ അർഹതപ്പെട്ട ആ ക്ഷേമ പെൻഷൻ, ആ അർഹത, അവൻ്റെ അവകാശം 1 രൂപ പോലും കുറയാതെ അവൻ്റെ കൈകളിൽ എത്തുമെന്നുള്ളതാണ്. 1 രൂപ പോലും കുറയാതെ. ഇതിലിപ്പോൾ കിടപ്പ് രോഗികൾ, അത്രയും പറ്റാതെയായിട്ടുള്ള ആളുകൾ, അവർക്ക് എക്സ്ക്യൂസ് നൽകിയിട്ടുണ്ട്. അവരല്ലാത്ത മറ്റുള്ളവർക്കൊക്കെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി. വളരെ കൃത്യമാണ്, വളരെ സുപ്രധാനമായ തീരുമാനമാണ്. VD സതീശന് കൈയടിച്ചേ മതിയാകൂ. കാരണം ഈ ക്ഷേമ പെൻഷനിൽ കമ്മീഷൻ വാങ്ങി അതിൽ കൈയിട്ട് വാരി അത് നക്കി തിന്നുന്ന ഒരുപാട് കൃമികീടങ്ങളുണ്ട്, ഒരുപാട് സഖാക്കളുണ്ട്. ഇവരുടെ അണ്ണാക്കിൽ തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. അറിയാം, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, നിങ്ങളുടെ നെയ്ബർഹുഡിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഈ പറയുന്ന ക്ഷേമ പെൻഷനിൽ കമ്മീഷൻ അടിച്ച എത്ര സഖാക്കളുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്ന്. എല്ലാത്തിൻ്റെയും മണ്ണാക്കിൽ തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. വളരെ സുപ്രധാനം. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏജന്റുമാർക്ക് ഇൻസെൻറ്റീവ്സ് നൽകിയിരുന്നു. ആ ഇൻസെൻറ്റീവ്സ് സർക്കാരിൽ നിന്ന് വാങ്ങി ഈ ഉപഭോക്താക്കളിൽ നിന്ന്, പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കമ്മീഷൻ വാങ്ങി നക്കുകയായിരുന്നു ഈ വൃത്തികെട്ട ജന്മങ്ങൾ. അതിനുള്ള അറുതി വരുത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ സർക്കാർ വന്ന ആദ്യ മാസം ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് സർക്കാർ 22-ാം തീയതി കൊടുത്തു. 22-ാം തീയതിയോ 23-ാം തീയതിയോ സർക്കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ ഏജന്റുമാർ അത് വിതരണം ചെയ്യാതെ ദിവസങ്ങളോളം വൈകിപ്പിച്ച് ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അത് ഈ പറയുന്ന കൃമികീടങ്ങളായിരുന്നു, പിണറായി വിജയൻ്റെ കൃമികീടങ്ങളുടെ പണിയായിരുന്നു. ആ പണി അങ്ങോട്ട് തെറിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇത് ഏറ്റവും ഫസ്റ്റ് VD സതീശൻ ഗവൺമെൻറ് ഫസ്റ്റ് ഉത്തരവ് ഇതായിരിക്കണമായിരുന്നു. പക്ഷെ അല്പം ഒരു 2 മാസം വൈകി. കുഴപ്പമില്ല, 2 മാസമല്ലേ, പ്രശ്നമില്ല. 2 മാസമല്ല വൈകിട്ടുള്ളൂ. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, UDF ഗവൺമെൻറ് എടുത്തൊരു തീരുമാനത്തിൽ. കാരണം ഇപ്പോൾ കൊടുക്കുന്നത് എത്രയാ? 2000 രൂപ അല്ലേ? ആ 2000 രൂപ
കൃത്യമായിട്ട് 1 രൂപ പോലും കുറയാതെ ഈ പറയുന്ന ഉപഭോക്താക്കൾ സാധാരണക്കാരുടെ കൈകളിൽ എത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ, ഈ വാർത്ത ഇന്നിപ്പോൾ വന്നല്ലോ, ഈ വാർത്ത ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൊടുത്തത് സാമൂഹിക സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യില്ല, ഇനി വാണിജ്യ ബാങ്കുകൾ വഴി മാത്രമേ വിതരണം ഉണ്ടാവുകയുള്ളൂ, സർക്കാർ ഉത്തരവിറക്കി എന്നുള്ളതാണ് എല്ലാവരുടെയും വാർത്ത. അവിടെ ഒരു വാർത്ത ഞാൻ കണ്ടു. ആരുടെ വാർത്തയാ? കാട്ടുകള്ളൻ വീരപ്പൻ്റെ വാർത്ത. എന്താണ് വാർത്ത? സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കില്ല, സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം നിർത്തി, സർക്കാർ ഉത്തരവ്. നിങ്ങൾ നോക്കണം എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാരണം വീരപ്പനും സഖാക്കൾക്കും ഒരു കാര്യം ബോധ്യമാണ്. കാരണം എന്താ? എല്ലാ കൈയിട്ട് വാരലുകളും ഓരോന്നാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ. അതിനുള്ള അവസരങ്ങൾ ഓരോന്നാക്കി ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഈ ക്ഷേമ പെൻഷനിൽ കൈവിട്ട് വാരാനുള്ള ഏർപ്പാട്, ആ പരിപാടിയും നിർത്തലാക്കി. ഏറ്റവും വലിയ തിരിച്ചടി ആർക്കാ? തിരിച്ചടി ഈ പറയുന്ന സഖാക്കൾക്ക്, ക്രിമികീടങ്ങൾക്ക്, ഈ പറയുന്ന ഏജന്റുമാർ, പെൻഷൻ ഏജന്റുമാരായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്ന കളക്ഷൻ ഏജന്റുമാരായിട്ടുള്ള ആളുകൾ, അവർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി. അവരുടെ അണ്ണാക്കിലാണ് സതീശൻ പൊട്ടിച്ചിരിക്കുന്നത്, അണ്ണാക്കിൽ. അപ്പോൾ ഇതിൻ്റെ ദുരിതം അനുഭവിക്കാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാ? ഈ പറയുന്ന കളക്ഷൻ ഏജന്റ്. ആരാണിവർ? സഖാക്കളാണിവർ. ആരാണിവർ? വിജയന്റെ ക്രിമികീടങ്ങളാണിവർ. ആരാണിവർ? നെറികെട്ട നാണം കിട്ട സഖാക്കളാണിവർ അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മാസം കിട്ടുന്നത് 2000. ആ ക്ഷേമ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നു. ഇവർക്കിത് കൊണ്ടുപോയി കൊടുക്കാൻ സർക്കാർ പ്രത്യേകം ഇൻസെൻറ്റീവ് നൽകുന്നു. ആ ഇൻസെൻറ്റീവ് വാങ്ങിയിട്ട് പിന്നെ ഈ പാവങ്ങളുടെ 2000-ൽ കൈയിട്ട് വാരേണ്ട കാര്യമുണ്ടോ ഇവർക്ക്? അപ്പോൾ ഇതിൽ പണി കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഈ കളക്ഷൻ ഏജൻസിന്. അവരുടെ പണിയെടുത്താൽ മതി, പെൻഷൻ ഇവർ കൊണ്ടുപോയി കൊടുക്കേണ്ട. വളരെ സുപ്രധാനമായത്. കാരണം ഇതാണ് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനം. കാരണം 2000 കിട്ടുന്ന സാധാരണക്കാരന് 2000-ൽ ഒരു നയാ പൈസ കുറയാതെ അവൻ്റെ കൈകളിലേക്ക് എത്തും. ഒരു നയാ പൈസ കുറയാതെ. അതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന്. ഇത് കണ്ടപ്പോൾ, ഈ വാർത്ത കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇത് എൻ്റെ ഒരു എന്താ പറയണ്ട, കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ഇത്രയും പ്രായമായിട്ട് കാലിൻ്റെ മുട്ട് മാറ്റി വെക്കണമെന്ന്, ഇനി നടക്കണമെങ്കിൽ കാലിൻ്റെ മുട്ട് മാറ്റി വെക്കണം, മര്യാദക്ക് നടക്കണമെങ്കിൽ എന്ന് ഡോക്ടർമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രോഗി. ആ രോഗിക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഇത് പലപ്പോഴായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ട്, ഇപ്പം ഞാനിങ്ങനെ ചോദിച്ചു. അന്ന് 1600 രൂപയാണ്. 1600 ക്ഷേമ പെൻഷനുള്ള സമയത്ത് ഇത് കൊടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് 1600 തികച്ചും കിട്ടാറില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ 1600 ആണല്ലോ, അത് അവർക്കൊരു ചായ പൈസ അവരെടുക്കുന്നതാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊടുക്കുന്നതാണോ? അല്ല, അത് അവരെടുക്കും, എന്നിട്ടുള്ളതാണ് നമുക്ക് തരുള്ളൂ. അവർ ചായ പൈസ എടുത്തിട്ട് ബാക്കിയേ നമുക്ക് തരുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ആ വ്യക്തി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ക്രിമികീടങ്ങൾ, സഖാക്കൾ, ഈ പറയുന്ന പാവപ്പെട്ടവൻ്റെ ഈ പറയുന്ന ഒരു ആശ്വാസത്തിൽ, അവന് ഒരു സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന ആ ആശ്വാസത്തിൽ കൈയിട്ട് വാരുന്ന ക്രിമികീടങ്ങളുടെ അണ്ണാക്കിലാണ് സതീശൻ പൊട്ടിച്ചിരിക്കുന്നത്. ഇതിനല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കൈയടിക്കുക? മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്കിത് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഉത്തരവ് വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു.
കാരണം ഈ ഉത്തരവിൽ അത്തരം ഒരു എക്സ്ട്രാ ചെലവ് സർക്കാർ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് നാഷണലൈസ്ഡ് ബാങ്കിലൂടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്ട്രാ ചെലവ് സർക്കാരിന് കട്ട് ചെയ്യാം. വളരെ കൃത്യമായ തീരുമാനം. കാരണം ഈ പറയുന്ന ഇൻസെൻറ്റീവ് കൊടുത്തിട്ടും പാവങ്ങളുടെ കഞ്ഞിയിൽ കൈവിട്ട് വാരുന്ന കൃമികീടങ്ങളുടെ അണ്ണാക്കിലല്ലാതെ വേറെ എവിടെയാ പൊട്ടിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ക്ഷേമ പെൻഷന്റെ കളിയിൽ സഖാക്കൾ കളിച്ച ചീഞ്ഞു നാറുന്ന കളികൾ ചില്ലറയൊന്നല്ല. പാവങ്ങളുടെ ആ കഞ്ഞിക്കുടിയിൽ പോലും കൈയിട്ട് വാരിയ ആളുകൾ ഇവരതിൻ്റെ ഇടയിൽ ഒരു തിരിമറിയാ. ഈ പറയുന്ന സർക്കാരിൽ നിന്ന് പൈസ വന്ന് ഡിസ്ട്രിബ്യൂട്ടായി ഇവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം ഇവരൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പാവങ്ങൾ ഇവരെ വിളിച്ച് ചോദിക്കണം, പൈസ വന്നില്ലേ, എന്താ കൊണ്ടുത്തരാത്തെ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതവൻ്റെ ജോലിയാണ്. അതിനവനക്ക് ഇൻസെൻറ്റീവ് അടക്കം സർക്കാർ നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കാൻ. എന്നിട്ടും ഇവൻ്റെ കയ്യിൽ വെച്ച് അതൊന്ന് അങ്ങോട്ട് റോൾ ചെയ്ത്, അതൊന്ന് ഇങ്ങോട്ട് തിരിച്ച്, അതൊന്ന് അങ്ങോട്ട് മറിച്ച്, ഇവൻ്റെ അണ്ണാക്കിലേക്ക് തിരിച്ച് 4 തിരിയും മറിയും ഇവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ എന്തോ ഔദാര്യം നൽകുന്നത് പോലെ ഇവൻ കൊണ്ടുവന്ന് കൊടുത്ത് അതിലും കൈയിട്ട് വാരുന്ന ചെറ്റകൾ, ആ ചെറ്റകളുടെ അണ്ണാക്കിലാണ് സതീശൻ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോൾ ആദ്യം കൃമികടി തുടങ്ങിയിരിക്കുന്നത് റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളൻ വീരപ്പന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വീരപ്പനുള്ള പണി വരുന്നുണ്ട്. വീരപ്പനെ പൂട്ടുമ്പോൾ നല്ല മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടണം എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീരപ്പനെ സംബന്ധിച്ചിടത്തോളം ഒന്നൊന്നര പണി വരുന്നുണ്ട്. വീരപ്പ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താമസിയാതെ അത് കൈപ്പറ്റാൻ വീരപ്പൻ റെഡിയായി നിന്നോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മുട്ടിൽ മരമുറി കേസ് അങ്ങനെയൊന്നും അങ്ങോട്ട് തീരാൻ പോകുന്നതല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ തീരുമാനം എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് ഈ ദിവസങ്ങളിലെടുത്ത വളരെ മികച്ച തീരുമാനങ്ങളിൽ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ പെൻഷൻ. അത് നാഷണലൈസ്ഡ് ബാങ്കിലൂടെ ഈ പറയുന്ന അർഹതപ്പെട്ട അവകാശപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് 1 രൂപ പോലും കുറയാതെ. ഇപ്പം എന്തുണ്ടായി ഇതുകൊണ്ട് അവർക്ക് ആർക്കും ചായ പൈസ കൊടുക്കണ്ട. കൊടുത്തതല്ല, ആരും ചായ പൈസ എടുക്കൂല. ഈ കഞ്ഞിയിൽ, ഈ പാവങ്ങൾ കഞ്ഞി കുടിച്ചു കൊണ്ടിരുന്ന കഞ്ഞിയിൽ അതിൽ നിന്നൊരാളും ചായ പൈസ എടുക്കൂല. 1 ഉറുപ്യ കുറയാണ്ട് അവർക്കത് ലഭിക്കും. അത് ലഭിക്കണമല്ലോ. അത് ഈ പറയുന്ന ഏജന്റുമാരുടെ അണ്ണാക്കിൽ തള്ളാനല്ല. അങ്ങനെ അതിൽ നിന്ന് ഒരുത്തരും ചായ കുടിക്കണ്ടെന്നേ. അവനൊക്കെ നീ ചായ കുടിക്കാണ്ട് ചാകട്ടെ. ഇവനൊക്കെ എന്തിനാ ഈ പാവങ്ങളുടെ ഈ പറയുന്നത് ചായക്കാശ് എടുക്കുന്നത്? എന്നോട് വ്യക്തി പറഞ്ഞതാ, അവൻ ചായക്കാശ് എടുത്തിട്ട് ബാക്കിയുള്ളതാ തരുള്ളൂ എന്ന്. ഇത് ഒരാളുടെ കേസൊന്നുമില്ല. ഇത് ഈ വെറ്റകൾ ഒരു 99% ഈ പറയുന്ന കൃമികീടങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. പെൻഷൻ ഏജന്റുമാരായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ വെച്ചിരിക്കുന്നത് മൊത്തം ഈ കൃമികീടങ്ങളാണല്ലോ. ആ കൃമികീടങ്ങളുടെ അണ്ണാക്കിൽ വളരെ കൃത്യമായ ഒരു തീരുമാനം. കൈയടിക്കാതെ വേറെ വഴികളില്ല എന്നുള്ളത് തന്നെയാണ് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്താ പറയേണ്ടത്, ഒരു ക്രൈസിസ്, ഒരു ദുരിതത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. കാരണം കൈയിട്ട് വാരാനുള്ള എല്ലാ പഴുതുകളും സതീശൻ ഓരോന്നായി അടച്ചോണ്ടിരിക്കുക. സഖാക്കൾ വെറുതല്ലോ ഈ പറയുന്ന മൂന്നാമതും പിണറായി ജയ് വിളിച്ചത് വെറുതെ അല്ല. കാരണം എന്താ, പിണറായി വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ മുടങ്ങും. പിണറായി ഇവറ്റകളൊക്കെ ഇങ്ങനെ ചാക്കിലാക്കി നിർത്തിയത് എങ്ങനെയാ? ഇതേ ഏർപ്പാടുകളിൽ. അപ്പൊ ഇതൊക്കെ മുടങ്ങുമെന്നുള്ളതറിയാം. മുടങ്ങണം. കാരണം ഇവരൊന്നും വേറെ ഗതിയില്ല. ഇവൻ ചായ കുടിക്കണ്ടെന്നേ. ഇവൻ ചായ കുടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. 10,000 ഉറുപ്പ്യ കിട്ടുന്നോടത്തുനിന്നല്ല ചായക്കാശ് എടുക്കുന്നത്. വെറും 2,000 രൂപയാണ്. ആ 2,000 രൂപ കിട്ടുന്നിടത്ത് നിന്ന് ഇവൻ ചായക്കാശ് അതിൽ നിന്ന് എടുക്കും. അത് എടുത്തിട്ട് ബാക്കിയുള്ളത് അവൻ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല. ഇവൻ ആദ്യമേ ഇവൻ്റെ വിഹിതം ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് കൊടുക്കുക. ഇവൻ ആര്? ഈ കളക്ഷൻ ഏജന്റുമാർ ആരാ? ഈ കൃമികീടങ്ങളാണോ ഇത് കൊടുക്കുന്നത്? ഇത് നമ്മളെല്ലാവരും, നിങ്ങളൊന്ന് ആലോചിക്കണം.
നമ്മൾ സെസ് പെട്രോൾ അടിക്കുമ്പോൾ 1 രൂപ സെസ് ഏർപ്പെടുത്തിയതിനാ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ഒരു രൂപ സെസ്. അപ്പം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, പെട്രോൾ അടിക്കുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷന് വേണ്ടി 1 രൂപ സെസ് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൈയിട്ട് വാരാൻ ഉളുപ്പില്ലാത്ത കൃമികീടങ്ങൾ ഇവരുടെ ഈ ചെറ്റത്തരം അവസാനിപ്പിച്ചതിന് സതീശനിരിക്കട്ടെ കയ്യടി എന്നുള്ളതാണ്.